ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കുട്ടികൾ തമ്മിലുള്ള വഴക്ക് ഒരു കുട്ടിയുടെ ജീവനെടുത്തു. അത് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൂടി വരികയാണ്. ഇതിനെതിരെ ആരും, സമൂഹമോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു നടപടി ആ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇതെങ്ങനെ ഇല്ലായ്മ ചെയ്യണം എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല. ആ വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ സംഭവം നടക്കുമ്പോൾ മാത്രം ചർച്ചകളുണ്ടാകുന്നു. അത് കഴിയുമ്പോൾ അത് മറന്നുപോകുന്നു, വീണ്ടും സംഭവിക്കുന്നു. ഇതാണ് നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് സ്കൂൾ തലത്തിൽ ഒരു 5 or 6 ക്ലാസ് കഴിയുമ്പോൾ അവിടുത്തെ കുട്ടികളെ അധ്യാപകർ നിരീക്ഷിക്കണം. ആക്രമണ സ്വഭാവമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. സ്കൂളിൽ അവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഈ വിവരം അവരെ ധരിപ്പിക്കുകയും കൂട്ടായിട്ട് കുഞ്ഞുങ്ങളെ നേരെ കൊണ്ടുവരുവാൻ മാതാപിതാക്കളും അധ്യാപകരും ശ്രമിക്കണം. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, കുട്ടികൾ ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകളിൽ ഇന്ന് പ്രവർത്തിക്കുന്നു. അത് അത്യാവശ്യമായിട്ട് പേരൻസ് കണ്ടെത്തുക, അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഏതിപ്പോൾ പ്രത്യേകിച്ച് ഒരു സംഘടനയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെതിരെ ഒന്നും ആരും ഇതുവരെ സംസാരിച്ചിട്ടുമില്ല, നടപടിയും എടുത്തിട്ടില്ല. എന്നാൽ ഇനിയെങ്കിലും സർക്കാരായാലും സമൂഹമായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികളുടെ നല്ല ഭാവി നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അവരെ നല്ല വഴിയിലൂടെ നടത്തുവാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ലോകം അറിയാമല്ലോ, കൊച്ചു കുട്ടികൾ വരെയാണ് ലഹരി മരുന്നിന് അടിമകളാകുന്നത്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സർക്കാരിനോ സമൂഹത്തിനോ അത് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. കുട്ടികളിൽ ഈ വാസന പെരുകുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ തടയാം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് സംസാര വിഷയമാക്കേണ്ടത്. അപ്പോൾ സ്കൂൾ തലത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ മുമ്പ് ഞാൻ പറഞ്ഞ മാതിരി അധ്യാപകർ തന്നെ കുട്ടികളെ നിരീക്ഷിക്കണം. അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് സംസാരിച്ച് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില സംഘടനകൾ കൊച്ചുകുട്ടികളെ ചില സംഘടനകളിലേക്ക് മാതാപിതാക്കൾ പറഞ്ഞുവിടാറുണ്ട്. ചില കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു പ്രായമാകുമ്പോൾ ചില സംഘടനയിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ ചെന്ന് അവർ പലതും പഠിക്കുന്നു, പല കാര്യങ്ങളും പഠിക്കുന്നു. അവിടെ എന്താ പഠിപ്പിക്കുന്നതെന്നുള്ളത് പഠിക്കാൻ പോകുന്ന കുട്ടികളെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവ നിങ്ങൾ കണ്ടെത്തി കുട്ടികളെ വിലക്കുക. അങ്ങോട്ട് വിടാൻ നിങ്ങൾ വിടുവാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾ നല്ലത് ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾ നോക്കണം. അതാണ് അത്യാവശ്യം. എന്നിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അവരോട് ധരിപ്പിക്കണം, ഞങ്ങളുടെ കുട്ടികളെ ഇതിന് വിളിക്കരുത് എന്ന് അവരോട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ അവർ കേട്ടില്ല എങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ വിവരമറിയിക്കുകയും
കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്ന കുട്ടികളാണ് സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു സഹപാഠിയെ തല്ലിക്കൊല്ലാനും മർദ്ദിക്കാനും ഒക്കെയുള്ള വാസന ഉണ്ടാകുന്നത് ചില സംഘടനയുടെ പിൻബലത്തിലാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. അതിൽ നിന്നും കുട്ടികളെ നിങ്ങൾ തിരിക്കുവാനായിട്ട് നോക്കുക. സർക്കാരും ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഇവിടെ ഒരു നിയമം സർക്കാർ കൊണ്ടുവരണം. പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ പോകുന്ന ചില സംഘടനകളെ നിങ്ങൾ സർക്കാർ എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. അവിടെ കുട്ടികൾക്ക് യാതൊരു രീതിയിലും ആ ഇടത്ത് വിടുവാനോ ക്ലാസ്സിന് പോകുവാനോ ഒന്നും അനുവദിക്കരുത്. അത് നിരോധിക്കണം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ സമൂഹത്തിൽ കുട്ടികൾ ഇങ്ങനെയുള്ള തീവ്ര സ്വഭാവമുള്ളവരായി മാറുകയില്ല. അപ്പം അവരെ കണ്ടെത്തുകയാണ് നമുക്ക് വളരെ അത്യാവശ്യം. കാര്യം ഇന്ന് സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കൊല്ലുവാൻ പോലും മടിക്കുന്നില്ല. ആരെ കിട്ടിയാലും ഒരു കൊല്ലും. പിന്നെ അപ്പനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും അല്ലെ നാട്ടുകാരായാലും അവർക്ക് ആ സ്വഭാവം ഉള്ളതുകൊണ്ട് അവരത് ചെയ്യുന്നു. ഇതാണിന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളെ ചില സംഘടനകൾ വളർത്തി എടുക്കാറുണ്ട്. അവരതനുസരിച്ചായിരിക്കും സമൂഹത്തിലേക്ക് ഇറങ്ങും. ആരെയും വെല്ലുവിളിക്കുന്ന സ്വഭാവം, ആരെയും ആക്രമിക്കുന്ന സ്വഭാവം, കൊലപ്പെടുത്തുവാനുള്ള വാസന. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന ചില സംഘടനാ പ്രവർത്തനം കൊണ്ട് ആണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഏത് സംഘടനയായാലും അതിനെ അവിടെ നിരോധിക്കണം. അത് സർക്കാർ ചെയ്യേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യം. എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ചർച്ച ചെയ്തിട്ടോ സംസാരിച്ചിട്ടോ അതുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് അതിനെ തടയിടുവാനായിട്ട് സർക്കാർ ശ്രമിക്കണം. ഇല്ല എങ്കിൽ ഈ സമൂഹം നമ്മുടെ നാടിന് നാശമായി തീരും. ഒരു ഭവനത്തിനും അവർ നല്ലതായിട്ട് വരുവാൻ കഴിയാത്തവരായി മാറും. അപ്പോൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കുക. അവർ വേണം ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട. അങ്ങനെയുള്ള ഒരു സംഘടനകൾ നിങ്ങൾ വിശ്വസിക്കാത്തതായാലും അങ്ങനെയുള്ള സംഘടനകളൊന്നും കുട്ടികളെ വിട്ട് ഒരു ക്ലാസ്സും പഠിപ്പിക്കേണ്ട. പഠിക്കാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സ്കൂളുകളിലൊക്കെ പോയി അവരത് പഠിച്ചോളൂ. ഇങ്ങനെയുള്ള സംഘടനകളിൽ വിട്ട് അവരെ പഠിപ്പിക്കരുത്. കാര്യം അവിടെ പഠിപ്പിക്കുന്നതൊക്കെ ആക്രമണ സ്വഭാവമുള്ള കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്, ശത്രുത ഉണ്ടാക്കും. ആ ഒരു രീതിയാണ് അവിടെ കിട്ടുന്ന ക്ലാസ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ക്ലാസ്സിൽ പോകുന്ന കുട്ടികളാണ് വെളിയിലിറങ്ങി ഈ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും ഒരാളെ കൊല ചെയ്യുവാനുള്ള മനസ്സൊക്കെ ഉണ്ടാകുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ക്ലാസ്സിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുവാൻ സർക്കാർ മുന്നോട്ട് വരണം. അതുപോലെ പേരൻസ് അത് കേട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല ഭാവി നിങ്ങൾ കാണുന്നു. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ നിങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുക. ബൈ.